ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3-ലെ EVS സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. എന്താണ് ആനിമൽസിന്റെ ലോകത്തേക്ക് അല്ലെ. ആനിമൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ജന്തുക്കൾ അല്ലെ. എന്താണ് വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. എന്താണ് എല്ലാവരും നിങ്ങൾ നേരത്തെ വന്നല്ലോ എന്ന് പറയുകയാണല്ലേ. ഇന്ന് നേരത്തെ വന്നല്ലോ, നല്ല ഇത് എന്നൊക്കെ പറയുകയാണല്ലേ. സീയിങ് ഹെർ ഫ്രണ്ട്സ് മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. എന്താണ് അവളുടെ ഫ്രണ്ട്സിനെ കണ്ടുകൊണ്ട് മിത്ര എന്താക്കി, വീടിന്റെ പുറത്തേക്ക് വന്നില്ല. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. നോക്കൂ കുട്ടികളെ, മിത്രന്റെ വീടിന് ചുറ്റുമുള്ളത് കണ്ടോ നിങ്ങൾ? വിച്ച് ക്രീച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ. എന്തൊക്കെ ചിത്രങ്ങളുണ്ട് ഇതില്, എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്? എന്താണ് ഡോഗ് ഉണ്ട്, കാറ്റ് ഉണ്ട്, പിന്നെന്താണ് ഗോട്ട് ഉണ്ട്, ഹെന്നുണ്ട്, കോക്ക് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെന്താണ് കാഫ് ഉണ്ട്, പിന്നെ ബേർഡ് ഉണ്ട്, ക്രോ ഉണ്ട്, പിന്നെന്താ സ്ക്യുരൽ ഉണ്ട്, പാരറ്റ്. സോ മെനി ക്രീച്ചേഴ്സ് ആർ ഹിയർ അല്ലേ. among these which creatures do മിത്ര റേസ്. ഇതിന്റെ ഇടയിൽ ഇതില് ഏതിനെയാണ് മിത്ര എടുത്തത്? ഉയർത്തിയിരിക്കുന്ന ഏതിനെയാണ്? കാറ്റിനെയാണ് അല്ലേ. വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻസ് റേസ് ആസ് പെറ്റ്സ്. സാധാരണയായിട്ട് പെറ്റായിട്ട് വളർത്തുമൃഗമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെയൊക്കെയാണ്? നമുക്ക് കൗതുകത്തിന് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് അതിന് ഉപയോഗം, അതായത് പാല് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഗോട്ട്, കൗവ്, ഹെന്ന്, കോക്ക് അല്ലേ. പിന്നെ കൗതുകത്തിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഡോഗും കൗതുകം പോലെ എന്താണ് നമ്മളെ വീടിനെ കാവൽ നിൽക്കും അല്ലേ. പിന്നെ കാറ്റൊക്കെ അല്ലേ. പിന്നെ അതൊക്കെയാണ്. ദെൻ വൈ ഡു വി റേസ് ആനിമൽസ്. നമ്മൾ എന്തിനാണ് അവിടെ റേസ് ഉദ്ദേശിച്ച് എന്തിനു വേണ്ടിയാണ് നമ്മൾ മൃഗങ്ങളെ എന്താണ് വളർത്തുന്നത് അല്ലെ. ഇവിടെ എന്താണ് എമംഗ് ദീസ് വിച്ച് ക്രീച്ചർ ഡു മിത്ര റേസ് അല്ലെ. മിത്ര വളർത്തുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. മിത്ര വളർത്തുന്നത് ഏതൊക്കെയാ? കാറ്റ്, ഡോഗ്, പിന്നെ ഗോട്ട്, കാഫ്, ഹെന്ന്, കോക്ക്, അതൊക്കെ അല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ അനിമൽസിനെ വളർത്തുന്നത്? ഫോർ ഫുഡ് അല്ലെ, ഭക്ഷണത്തിന്, ഫോർ സെക്യൂരിറ്റി, പിന്നെന്താണ് ഫോർ എഗ്, ഫോർ മിൽക്ക് അല്ലെ, അതിനൊക്കെ അല്ലേ. പിന്നെ ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽ ബെനിഫിറ്റ് അസ്. എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ആനിമൽസ് നമുക്ക്, താഴെ തന്നിരിക്കുന്നതിൽ ആനിമൽസ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്താ, എങ്ങനെയാണ് ആനിമൽസിനോടുള്ള പ്രയോജനങ്ങൾ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽ. ഡൊമസ്റ്റിക് ആനിമൽസിനുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ആനിമൽ ഗോട്ട് എന്താണ്? ഗിവസ് മിൽക്ക് അല്ലേ. പിന്നെ എന്താ മീറ്റും അല്ലേ. ഹെന്നോ ഗിവസ് എഗ് ആൻഡ് മീറ്റ് അല്ലേ. പിന്നെ കൗ ഗിവേഴ്സ് മിൽക്ക് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം, അതൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ ആനിമൽസിനെ പലതിനും വളർത്തുന്നുണ്ട് അല്ലേ. മിൽക്ക്, എഗ്, മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് അല്ലേ. മിൽക്കിനും എഗ്ഗിനും, പിന്നെ എന്താണ് മിൽക്ക് പാല്, എഗ്ഗ് കോഴിമുട്ട, മീറ്റ് ഇറച്ചി അല്ലേ. ഇതിനൊക്കെ എന്താണ് ചില ആനിമൽസിനെ നമ്മൾ ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. ചിലത് എന്താണ് നമ്മൾ പ്ലഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, കൗതുകത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. രസത്തിന് വേണ്ടിയൊക്കെ എന്താണ് നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ. ഹൗ മെനി ക്രീച്ചേഴ്സ്. എത്ര ക്രീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നോക്കിയേ. ഹൗ മെനി ക്രീച്ചേഴ്സ് കുഡ് യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചർ, റൈറ്റ് ഡൗൺ ദെയർ നെയിം. എത്ര ക്രീച്ചേഴ്സിന് നിങ്ങൾക്ക് ഇതിൽ അറിയാം? അതിൻ്റെയൊക്കെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ ലിസാർഡ്, ഇതെന്താണ് ഇതെന്താണ് ആൻഡ്, പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഇവിടെ എഴുതുക കേട്ടോ. ബാറ്റ്, ഇതൊക്കെ ഉള്ള എന്തൊക്കെ എഴുതുക. ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇതൊക്കെ നമ്മളെ വീടിന് ചുറ്റിലൊക്കെ താമസിക്കുന്നുണ്ട് അല്ലേ. ആർ ദർ എനി ഡൊമസ്റ്റിക് ആനിമൽസ് എമംഗ് ദീസ്. എന്താണ് ഡൊമസ്റ്റിക്, ഇതിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഇതിലുണ്ടോ? നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ആനിമൽസ് ഇതിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വളർത്തുന്ന ഉപകാരമുള്ള ആനിമൽസ് ഉണ്ടോ? ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. നിങ്ങൾ എന്താക്കുക, കൂടുതൽ നിങ്ങളെ വീടിന് ചുറ്റുമുള്ള കൂടുതലുള്ള അതിലെ ക്രീച്ചേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിന്റെ പേരൊക്കെ എഴുതുക കേട്ടോ. ഹൗ മെനി ക്രീച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്. എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ആ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചതെന്നും. ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്. എത്ര ഹൗ മെനി ക്രീച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്. നിങ്ങൾ എത്ര എന്താണ് ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എത്രണ്ണത്തിനെ കണ്ടുപിടിച്ചു. ടൈനി വൺസ് ആൻഡ് ജയൻസ്. എന്താണ് ചെറിയതും ഉണ്ട് വലിയതും ഉണ്ട് അല്ലെ. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. എന്താ മിത്രയും അവരുടെ ഫ്രണ്ട്സ് എന്താണ് ഗെയിം കളിക്കുകയാണ് അല്ലെ. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. എന്താണ് അവര് നെയിം ക്രീച്ചേഴ്സിന്റെ പേര് പറഞ്ഞ് കളിക്കുകയാണ് അല്ലെ. ഹു വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രീച്ചേഴ്സ്. ആരാണ് കൂടുതൽ നമ്പർ ഓഫ് ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചത്? ഇറ്റ് ബിക്കെയിം എ കോണ്ടസ്റ്റ്. അതിപ്പോ എന്താണ് അതൊരു കോണ്ടസ്റ്റ് ആണ് അല്ലെ. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, കാമിലിയോൺ, ബീറ്റിൽ, കൗ എന്തൊക്കെയാണ് അവർ പറയുന്നത്?
എന്താണ് ഗ്രാസ് ഹോപ്പർ ഉണ്ട് അല്ലേ, പച്ചത്തുള്ള ഉണ്ട്, മിന്നാമിനിങ് ഉണ്ട്, പിന്നെന്താണ് ഓന്ത്, പിന്നെന്താ വരുന്നത് വണ്ട്, പശു, അങ്ങനെ ഓരോരുത്തർ എന്താ ഇവർ തമ്മിൽ ഭയങ്കര മത്സരമായി അല്ലേ. ദേ ഡിഡ് നോട്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ പിക്ചർ. അവരെ എന്താണ് പറയുന്നതോടൊപ്പം തന്നെ അവരെന്താക്കി ആ ക്രീച്ചേഴ്സിന്റെ ഒക്കെ ചിത്രവും വരച്ചു അല്ലെ. അതൊക്കെയാണ് അല്ലെ. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രൂ? നിങ്ങൾ കണ്ടോ എന്താണ് ഈ മിത്ര വരച്ച ഈ ക്രീച്ചേഴ്സിന്റെ ഈ ജീവികളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഷാൽ വി പ്ലേ ദ സെയിം ഗെയിം? നമുക്ക് ആ ഗെയിം കളിച്ചാലോ? പ്രസന്റ് ദ സൗണ്ട് ഓർ മൂവ്മെന്റ് ഓഫ് എ ഫ്യൂ ക്രീച്ചേഴ്സ് വിതൗട്ട് നെയിമിംഗ് ദം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡന്റിഫൈ ദ ക്രീച്ചർ. എന്താണ് നിങ്ങൾ ആ സൗണ്ടും മൂവ്മെന്റ് ഒക്കെ ചില ക്രീച്ചേഴ്സിന്റെ സൗണ്ടും മൂവ്മെന്റ് ഒക്കെ എന്താക്കുക കാണിച്ചു കൊടുക്കുക. പിന്നെ എന്താക്കുക അതിന്റെ പേര് പറയാതെ. അപ്പൊ എന്താക്കുക അതിന്റെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താക്കണം ആ ക്രീച്ചർ ഏതാന്ന് അവർ കണ്ടുപിടിക്കണം. അതാണ് എന്ത് ഗെയിം. ഓക്കെ, എന്താണ് സൗണ്ടും ആ ക്രീച്ചറിന്റെ സൗണ്ടും ആ ക്രീച്ചറിന്റെ മൂവ്മെന്റ് ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്താ പേര് പറയാൻ പാടില്ല. പേര് ആരും അറിയണം. നിങ്ങളിത് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താക്കണം കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് ഗെയിം. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്. ഡ്രോ ആൻഡ് കളർ ദ. എന്താണ് നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ദ നെയിം ഓഫ് ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ച ക്രീച്ചേഴ്സിന്റെ പേര് വെച്ചിട്ട് എന്താക്കുക നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താക്കുക നിങ്ങൾ വരച്ചിട്ട് കളർ കൊടുക്കുക. Then, which is the smallest animal in your list? നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ കുറേ ക്രീച്ചേഴ്സിനെ അല്ലേ. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആനിമൽസ് എന്താണ്? അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ സൈസ്. നിങ്ങൾ എന്താക്കുക നിങ്ങളിപ്പോൾ എഴുതിയ ആ ടേബിളിൽ കുറച്ച് ക്രീച്ചേഴ്സിനെയൊക്കെ ആനിമൽസിൻ്റെ ഒക്കെ പേര് എഴുതിയല്ലോ. അതെന്താക്കുക നിങ്ങൾ ഈ അറേഞ്ച് ചെയ്യാണ്ട് അതിന്റെ സൈസിന്റെ അല്ലെ ചെറുതെന്ന് വലുതിലേക്ക് കണ്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദ ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ എന്താ സ്മോളസ്റ്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സും ഉണ്ട് അല്ലെ. ഹാവിൻ യു സീൻ മെനി ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് അല്ലെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്കൂൾ സറൗണ്ടിങ്സിൽ എന്താണ് ഒരുപാട് ക്രീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. വിച്ച് ആർ ദേ? ഏതൊക്കെയാണത്? ആർ ദേ ഓൾ ഓഫ് ദ സെയിം സൈസ്? എല്ലാം സെയിം സൈസിലാണോ? ലെറ്റ് us observe them together. എന്താണ് നമുക്ക് ഒരുമിച്ച് ഒബ്സർവ് ചെയ്യുക. പ്ലീസ് യൂസ് ദ ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ. നിങ്ങൾക്ക് എന്താക്കുക നിങ്ങൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് എന്താക്കുക നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം. വേർ ഷാൾ വി ഒബ്സർവ്? എവിടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക? ഇൻ ദ സോയിൽ ഒബ്സർവ് ചെയ്യുക. ഇൻ ദ പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്യുക അല്ലെ. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ടൈനി ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. നിങ്ങൾ എന്താക്കുക നിങ്ങൾ കണ്ട ടൈനി ക്രീച്ചേഴ്സിന്റെ ഒക്കെ പേര് എന്താക്കുക നിങ്ങൾ EVS ബുക്കിൽ എഴുതുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ലെറ്റ് us draw alphabet figures. എന്താണ് ആൽഫബറ്റ് ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്താക്കുക ചിത്രം വരയ്ക്കാം അല്ലെ. നോക്കൂ M വെച്ചിട്ട് എന്താണ് ഒരു പക്ഷീനെ വരച്ചു അല്ലെ. S വെച്ചിട്ട് എന്താ താറാവ് അല്ലെ അരയന്നം. B വെച്ചിട്ട് എന്താണ് റാറ്റ അളിക്കാറ്റോ കണ്ടുപിടിക്കുക. ദെൻ അടുത്തത് ഫിംഗർ ഡ്രോയിങ് ആണ് കേട്ടത്. ഫിംഗർ ഡ്രോയിങ് നോക്കൂ നമ്മൾ എന്താണ് നിങ്ങൾ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിന്റിംഗ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിക്ചർ നോക്കുക. എന്നിട്ട് എന്താക്കുക നിങ്ങളെ ഫിംഗർ എന്താക്കുക ഈ മഷിയിൽ മുക്കിയിട്ട് എന്താക്കുക നിങ്ങൾ ആ പേപ്പറിൽ ഇങ്ങനെ ഇതാക്കുക. പേപ്പറിൽ കുത്തിയതിന് ശേഷം എന്താക്കുക നിങ്ങൾ ഇങ്ങനെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരുപാട് ചിത്രം വരയ്ക്കാം. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഇനി എന്താണ് ഫീച്ചേഴ്സിലുള്ള വെറൈറ്റീസ് കേട്ടോ. ഐഡന്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിംഗ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. ഈ ചിത്രങ്ങൾ നിങ്ങൾ ബോഡി പാർട്സ് കണ്ടാൽ തന്നെ ഈ ചിത്രങ്ങൾ ഏതൊക്കെ ആനിമൽസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതേതാണ് എലിഫന്റ്, ഇതേതാണ് പീകോക്ക്, ഇതേതാ സീബ്ര, ദ ഹെൻ അല്ലെ. ഹൗ ഡു ദിസ് ആനിമൽ ഡിഫർ? ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? കളറിൽ, സ്പോർട്സിൽ, സൈസിൽ അല്ലെ. അതിലൊക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കുന്നത് അല്ലെ. ആർ ദർ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ഒബ്സർവിംഗ് ദെയർ കളർ? നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡന്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദിയർ ഹോൺസ്? കൊമ്പ് കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊക്കെ ആനിമൽസ് ഉണ്ട്? ഹൗ അബൌട്ട് സ്പോട്സ്? ഡോട്ട് കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അല്ലെ. എവറി ക്രീച്ചർ ഈസ് ഡിഫറെന്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രൈപ്സ് എക്സെട്ര അല്ലെ. എല്ലാ ക്രീച്ചേഴ്സിനും എന്താണ് ഷേപ്പിൽ വ്യത്യസ്തതയുണ്ട്, സൈസിലുണ്ട്, കളറിലുണ്ട്, ഹോൺസിലുണ്ട്, നെയിൽസിലുണ്ട്, സ്പോട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. എല്ലാത്തിലും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ. ഷേപ്പ്, ആകൃതി, സൈസ്, വലുപ്പത്തിൽ, കളറിൽ, പിന്നെ കൊമ്പില്, നെയിൽസ്, നഖത്തിൽ, സ്പോട്ട്, ഡോട്ടിൽ അല്ലെ, പിന്നെ സ്ട്രൈപ്സ്, വരകളിലൊക്കെ എന്താണ് വ്യത്യസ്തമാണ് എല്ലാ ക്രീച്ചറും. Then sea creatures. എന്താണ് sea creatures? We know that there are many kinds of fishes in the sea. എന്താണ് ഈ കടലിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട് അല്ലേ. Sea is the habitat not only to fishes but also to many other creatures. എന്താണ്
കടലിലുള്ളത് എന്താണ് ഈ അതർ ക്രീച്ചേഴ്സ്. സീ ഈസ് ദ ഹാബിറ്റേറ്റ് നോട്ട് ഓൺലി ടു ഫിഷസ്. ഫിഷസിന്റെ മാത്രമല്ല അല്ലെ, ഒരുപാട് ക്രീച്ചേഴ്സ് എന്താണ് കടലിലുണ്ട് അല്ലെ. ദർ ആർ മോർ ക്രീച്ചേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. എന്താണ് ലാൻഡിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രീച്ചേഴ്സ് എന്തുണ്ട് സീയിലുണ്ട്, കടലിലുണ്ട് കേട്ടോ. വിച്ച് സീ ആനിമൽസ് ഡു യു നോ? നിങ്ങൾക്ക് ഏതൊക്കെ ആനിമൽസ് നിങ്ങൾക്ക് അറിയാം? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. നിങ്ങൾ എന്താക്കുക, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതുക. സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദ സീ ക്രീച്ചേഴ്സ്. നോക്കൂ, ഈ സീയിലുള്ള കുറച്ച് ക്രീച്ചേഴ്സ് ആണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇതെന്താണ്? സീ ഹോഴ്സ്, സീ ഹെഡ്ജ് ഹോഗ്, സീ കുക്കുംബർ, സീ കൗ അല്ലെ. അതൊക്കെ എന്താണ്? സീ ക്രീച്ചേഴ്സ് ആണ് അല്ലെ. വൈ ഡിഡ് ദീസ് ക്രീച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പേരുകൾ ഇതിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഇതെന്താണ്? ഏകദേശം നമ്മളെ ഈ ലാൻഡിലുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ ഇതൊക്കെ. അതുകൊണ്ടാണ് ഏകദേശം സീ എന്ന് വെച്ചിട്ട് ഇതിനുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ വെയിൽ നോക്കൂ, ബ്ലൂ വെയിൽ ദ ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത് ലീവ്സ് ഇൻ ദ സീ. എന്താണ്? ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജീവിയാണ് എന്ത്? കടലിൽ ജീവിക്കുന്ന ഈ നീലത്തിമിംഗലം എന്ന് പറയുന്നത് കേട്ടോ. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. അതെന്താണ്? ഫിഷിന്റെ ഫാമിലി പെട്ടതല്ല അല്ലെ. ബ്ലൂ വെയിൽസ് ഗീവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. ബ്ലൂ വെയിൽസ് എന്താണ്? കുട്ടികളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽസ് ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രീച്ചർ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്ലൂ വെയിൽ അല്ലെ. മെനി വേസ് ഓഫ് മൂവ്മെന്റ്. ഇനി എന്താണ്? ഒരുപാട് മൂവ്മെന്റ്സ് അല്ലെ. മെനി വേസ് ഓഫ് മൂവ്മെന്റ്, പല വിധത്തിലുള്ള സഞ്ചാരം അല്ലെ. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രീച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രീച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ ഏതൊക്കെ ജീവികളുടെ, ഏതൊക്കെ ക്രീച്ചേഴ്സിന്റെ ചിത്രങ്ങളാണുള്ളത്? നോക്കൂ, ഇതെന്താണ്? കൊക്ക് അല്ലെ, ക്രെയിന്, ഫ്രോഗ്, സ്നേക്ക്, പിന്നെ ഇതെന്താ? ഫിഷ് അല്ലെ. മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കടലാസ് മടക്കിയിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്. എന്നിട്ട് എന്താക്കുക, ഈ ഫിഗേഴ്സ് ഇതാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യുന്നതും കാണിക്കുക. ഡു ഓൾ ക്രീച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ? എല്ലാ ക്രീച്ചേഴ്സും ഒരുപോലെയാണോ മൂവ് ചെയ്യുന്നത്? കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെന്റ്. എന്താണ്? കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെന്റ്. ഈ ക്രീച്ചേഴ്സിനെ എന്താക്കുക, നിങ്ങൾ ആ മൂവ്മെന്റിനനുസരിച്ച് എന്താക്കുക, വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാക്കിംഗ് ക്രീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാക്കിംഗ് ക്രീച്ചേഴ്സ് കൗ, ഡോഗ്, കാറ്റ്, ഗോട്ട് ഒക്കെ വാക്കിംഗ് ക്രീച്ചേഴ്സ് ആണ് അല്ലെ. എന്താണ്? ഇതെന്താണ്? എന്താണ്? റെപ്റ്റൈൽസ് അല്ലെ, എഴയുന്ന ജീവികൾ. സ്നേക്ക്, പിന്നെ എന്തൊക്കെയാണ് എഴയുന്ന ജീവികൾ എന്നുള്ളത് എഴുതുക. റെപ്റ്റൈൽസ് ആട്ടോ. ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്ന എന്തൊക്കെയാണ്? ക്രോ, പിന്നെന്താണ്? ക്രെയിൻ, പിന്നെ മൈന, പീജിയൻ, ഇതൊക്കെ എന്താണ്? ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്ന ജീവികളാണ്. ഇനി സ്വിം, നീന്തുന്ന ഏതൊക്കെയാണ്? ഫിഷ്, പിന്നെ എന്തൊക്കെയാണ് നീന്തുന്നത് എഴുതുക. ഓക്കെ. ദെൻ ഈസ് ദർ എനി ക്രീച്ചർ ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെന്റ് വേ? മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ക്രീച്ചേഴ്സ് ഉണ്ടോ? ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ക്രീച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ്, ഗ്രാസ് ഹോപ്പേഴ്സ് എക്സെട്ര അല്ലെ. നോക്കൂ, ഈ ക്രീച്ചേഴ്സ് ആയ ഫ്രോഗിന്റെയും അതായത് തവളയുടെയും ഗ്രാസ് ഹോപ്പർ പച്ചത്തുള്ളതിന്റെ ഒക്കെ മൂവ്മെന്റ് എങ്ങനെയാണ്? ഹോപ്പ് അല്ലെ, ചാടിയാണ് അല്ലെ. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെന്റ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ്? നിങ്ങൾക്ക് അതായത് ഈ ബോഡി ഫീച്ചേഴ്സ് അവരുടെ ശരീര പ്രകൃതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ക്രീച്ചേഴ്സുമായിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് ക്രീച്ചേഴ്സ് എന്താണ് നോക്കാം. ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതയും പിന്നെ നിങ്ങളുടെ മൂവ്മെന്റും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ക്രീച്ചേഴ്സ് നോക്കൂ, ബോഡി ഫീച്ചർ നോക്കിയാൽ ഇത് ഹോഴ്സ് ആണ് അല്ലെ. ഹോഴ്സ് എന്താ? 4 legs that bend backward. എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളുണ്ട് അല്ലെ ഇതിന്. പിന്നെ മൂവ്മെന്റ് എങ്ങനെ? വാക്കും റണ്ണും ആണ് അല്ലെ. പിന്നെ സ്നേക്കോ, സ്നേക്കിന് എന്താ ബോഡി ഫീച്ചർ എങ്ങനെയാ? അതുപോലെ എന്താ ചെയ്യുന്നത്? പിന്നെ ഫീജിയന്റെ ബോഡി ഫീച്ചർ എന്താണ്? ഫിഷിന്റെ ബോഡി ഫീച്ചർ എന്താന്ന് എഴുതുക. ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് എ ഡക്ക്. ഡക്കിന്റെ മൂവ്മെന്റ് നോക്കൂ. അതർ ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ ഫൈൻഡ് ദം ഔട്ട്. എന്താണ്? ഈ എന്താണ്? ഡക്ക് എന്താണ്? നടക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും അല്ലെ, പറക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരം എന്താണ്? ഒന്നിലധികം പ്രത്യേകതകളുള്ള ജീവികൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെന്റ് ഓഫ് മോർ ക്രീച്ചേഴ്സ്. എന്താണ്? കൂടുതൽ ക്രീച്ചേഴ്സിന്റെ ഒക്കെ മൂവ്മെന്റ് എഴുതുക. ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് ദ അബൌട്ട് ടേബിൾ. നിങ്ങളെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്തിട്ട് മോളത്തെ ടേബിൾ വികസിപ്പിക്കുക കേട്ടോ. കൂടുതൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ക്രീച്ചർ ഹാസ് എ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവയോൺമെന്റ് ദാറ്റ് ഇറ്റ് ലിവ്സ് അല്ലെ. ഓരോ ക്രീച്ചറിനും എന്താണ് മൂവ്മെന്റ് എങ്ങനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ബോഡീന്റെ ഫീച്ചർ വെച്ചിട്ടും അതുപോലെ എന്താണ് അവർ ജീവിക്കുന്ന എൻവയോൺമെന്റ് വെച്ചിട്ടുമാണ് അവർ എന്താക്കുന്നത്? അവരുടെ മൂവ്മെന്റ് ഉള്ളത് അല്ലേ. അതായത് ഓരോ ജീവികൾക്കും എന്താണ് അവരുടെ ബോഡി ഫീച്ചറും അതുപോലെ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചുള്ള മൂവ്മെന്റ് ആണ് അവർക്കുള്ളത്.
ഓരോ ജീവികൾക്കുള്ളത് കേട്ടോ. ഇനി എന്താണ്, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ എടുത്തിരുന്നത്, റെപ്റ്റൈൽസിൻ്റെയും അതുപോലെ ഓരോ ക്രീച്ചേഴ്സിൻ്റെ ഒക്കെ ബോഡീൻ്റെയും ഇതൊക്കെ പറഞ്ഞില്ലേ, ആ ബോഡി ഫീച്ചറൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തൊക്കെയാണ് നന്നായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്